നമസ്കാരം. ഭാരത് ലൈവ് ഓൺ റെക്കോർഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശാണ്. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ അവസരത്തിൽ BJPയുടെ രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹം ചർച്ച ചെയ്യും. രമേശേട്ടാ നമസ്കാരം. നമസ്കാരം. BJP ഒരു വലിയ തെരഞ്ഞെടുപ്പിന് മുമ്പിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ പേടിക്കാനൊന്നുമില്ല, കേന്ദ്രത്തിൽ വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഉള്ളത്. ആ പ്രതീക്ഷ ഇത്തവണയെങ്കിലും സഫലമാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഈ പ്രാവശ്യം കേരളത്തിൽ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം 2019 നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം ഈ പ്രാവശ്യമുണ്ട്. 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ളൊരു ബദലുണ്ട് എന്നുള്ള വിശ്വാസം കേരളത്തിൽ ഒരു പരിധിവരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അത്തരത്തിൽ പ്രചരിപ്പിച്ചു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള ഒരു വലിയ പ്രചരണം വന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു 2019 തിരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ 2024 വരുമ്പോൾ അത്തരം ഒരു പ്രചരണത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. അപ്പോൾ രാജ്യത്ത് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള ഒരു 100% ഉറപ്പുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ മോഡിക്ക് അനുകൂലമായുള്ളൊരു വികാരം കേരളത്തിലുമുണ്ട്. ഇപ്പം കേരളത്തിലെ ഒരു ശരാശരി കണക്കിന് നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ സർവേകളിൽ വന്നിട്ടുള്ള ഒരു കാര്യം, കേരളത്തിലൊരു 30-36% ആളുകൾ നരേന്ദ്രമോദിയെ പിന്തുണക്കുന്നവരാണ് എന്നുള്ളതാണ്. BJPക്ക് കിട്ടുന്നത് കേവലം 15-16% വോട്ടാണ്. അപ്പോൾ BJPക്ക് കിട്ടുന്ന വോട്ടിനപ്പുറത്തേക്ക് ഒരു 10-20% ആളുകൾ നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നവരായിട്ടുണ്ട്. ആ ആളുകളുടെ വോട്ട് കൂടി BJPയിലേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഒരു പ്രോ മോഡി വേവ്, ഒരു സൈലൻ്റ് ആയിട്ടുള്ള വേവ് കേരളത്തിലുമുണ്ട്. അത് ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കേരളത്തിൽ BJPയും മോദി സപ്പോർട്ടേഴ്സും ഒക്കെ അനുദിനം വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രേമചന്ദ്രൻ ഒരു വിരുന്നിന് പോയതിന്, പ്രധാനമന്ത്രിയോടൊപ്പം ഒരു വിരുന്നിന് പോയതിന് മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ മാധ്യമങ്ങളടക്കം വലിയ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ നമ്മൾ പറയുന്നത് തീർച്ചയായും ഇപ്രാവശ്യം മോദി പ്രഭാവം വോട്ടാകുമെന്ന്. കഴിഞ്ഞ തവണയും മോദി പ്രഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസം, രാഹുൽ ഗാന്ധി ഒരു രക്ഷപ്പെടും എന്നൊരു സാധ്യത നമ്മൾ കുറച്ചു പേരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യം ഉണ്ടാകുന്നു, സഖ്യം പാടെ പരാജയപ്പെടുന്നു. അവരുടെ സഖ്യം ഇപ്പോൾ തന്നെ ഏതാണ്ട് പൊട്ടിയൊരവസ്ഥയിലാണ് ഇന്ത്യ സഖ്യം. അത് നിതീഷിനെ കൂടെ നിർത്താനായത് BJPയുടെ ഒരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത് സീറ്റ് ആകാതെ പോകുന്നത്? നമുക്ക് എവിടെയും പോയാൽ ഇപ്പോൾ BJP സപ്പോർട്ടർമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നുണ്ട്. അഭിപ്രായം പറയുന്നവർ, അതായത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ BJPക്ക് അനുകൂലമായി, BJPയുടെ രാഷ്ട്രീയ നയങ്ങൾക്ക് അനുകൂലമായൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ അത് വോട്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, വോട്ടാവുന്നുണ്ട്, പക്ഷേ ഒരു വിന്നബിലിറ്റിയിലേക്ക് പോകാൻ BJPക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഓരോ തിരഞ്ഞെടുപ്പിൽ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് ബേക്കായി പോകുന്നു. ഇപ്പോൾ ഞാൻ 2019 കുറിച്ച് ഒന്നുകൂടി ഇതായിരിക്കും. 2019 നരേന്ദ്രമോദിക്ക് അനുകൂലമായുള്ളൊരു ട്രെൻഡ് ദേശീയ തലത്തിലുണ്ടായിരുന്നു. കേരളത്തിലും ഒരു നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു വിഭാഗം ആൾക്കാരുടെ സപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ 2019 കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു വിഷയം ശബരിമല വിഷയമായിരുന്നു. ശബരിമല വിഷയം വന്നപ്പോൾ CPMനെ തോൽപ്പിക്കാനുള്ള ഒരു വലിയ പ്രവണത കേരളത്തിലുണ്ടായി. അപ്പോൾ CPMനെ തോൽപ്പിക്കണമെന്ന ആഗ്രഹം വരുമ്പോൾ BJPക്ക് കൂടുതൽ വിജയസാധ്യത കോൺഗ്രസ്സിന് വന്നു. അതുകൊണ്ട് ഒരു ആൻറ്റി CPM വോട്ടൊക്കെ കോൺഗ്രസ്സിന് പോയി. 2024 ആ സാഹചര്യത്തിൽ വ്യത്യാസമുണ്ട്. കാരണം 2024 ആകുന്ന സമയത്ത് ഈ കേരള സർക്കാരിനെതിരായിട്ടൊരു വികാരം ഉണ്ടായാലും ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുക. അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസും CPMും തമ്മിൽ ഒന്നാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇനി സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരമുണ്ടെങ്കിൽ പോലും അത് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന നല്ല ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇപ്പോൾ തന്നെ CPM കോൺഗ്രസും ദേശീയ തലത്തിൽ ചെയ്യുന്നത്, ഇപ്പം ബംഗാളിലെ മമതാ ബാനർജിയുമായിട്ടുള്ള സഖ്യം കോൺഗ്രസ്സിന് ഉപേക്ഷിക്കേണ്ടി വന്നത് അവർ CPMനെ ആയിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ CPMന് വേണ്ടിയിട്ടാണ് ബംഗാൾ അവരുടെ സഖ്യം അവരുടെ വിലകഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും അടുത്ത ബന്ധമാണ് CPMും കോൺഗ്രസും ദേശീയ തലത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വ്യത്യസ്തമായിട്ട് അങ്ങനെയുള്ളൊരു ആൻറ്റി വികാരം, CPM വിരുദ്ധ വികാരം കോൺഗ്രസ്സിന് അനുകൂലമായി പോവില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രോ മോഡി വേവ് കേരളത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി വന്നിട്ടുള്ള എല്ലാ പരിപാടികളിലും പ്രോ മോഡി വേവ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമില്ലാത്തൊരു പ്രത്യേകത, BJPക്ക് ഞങ്ങളുടെ ഒരു സാമൂഹ്യപരമായിട്ടുള്ള അടിത്തറ വിപുലപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. സാധാരണ BJPക്ക് ലഭിക്കാത്ത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സപ്പോർട്ട് ഈ പ്രാവശ്യം കാര്യമായിട്ടുണ്ട്.
പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹവുമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പുതിയ ബന്ധം അത് ഇപ്രാവശ്യം മോഡിക്ക് അനുകൂലമാകും. അവർക്ക് BJPയോട് എന്തെങ്കിലും താല്പര്യം കുറവുണ്ടെങ്കിൽ പോലും നരേന്ദ്രമോദി നേതൃത്വം എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം തീർച്ചയായിട്ടും റിസൾട്ടിൽ പ്രതിഫലിക്കും. ജയിക്കാൻ സാധിക്കുന്ന കുറേ മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു കേരളത്തിൽ നിന്ന് ഇപ്രാവശ്യം MP ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ആർജിച്ചു എന്ന് പറയുമ്പോൾ അത് PC ജോർജിനെയും ഷോൺ ജോർജിനെയും മാത്രം മുന്നിൽ കണ്ടിട്ടാണോ അങ്ങനെ ഒരു പരാമർശം നടത്തുന്നത്? ഒരിക്കലുമില്ല. കാരണം PC ജോർജ് ഈ അടുത്ത ദിവസങ്ങൾ വന്നിട്ടുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ക്രിസ്ത്യൻ സഭാ നേതൃത്വവുമായി ധാരാളം പ്രാവശ്യം ഒറ്റക്കായിട്ടും കൂട്ടായിട്ടും BJP നേതൃത്വം ചർച്ച നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ ഒന്നിലേറെ പ്രാവശ്യം, പ്രധാനമന്ത്രി കൊച്ചിയിൽ യുവം പരിപാടിക്ക് വന്ന സമയത്ത് കേരളത്തിലെ എല്ലാ സഭാ മേലധികാരികളെയും കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. വളരെ കോഡിലായിട്ടുള്ളൊരു ചർച്ചയായിരുന്നു. അതിനുശേഷം കേരളത്തിലെ ചില ക്രിസ്ത്യൻ സഭയുടെ ആളുകൾ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. അതിനുശേഷം ക്രിസ്മസിന് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നടത്തിയ വിരുന്നിൽ കേരളത്തിലെ എല്ലാ ക്രിസ്ത്യൻ സഭകളെയും പ്രതിനിധീകരിച്ച് ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ സഭാ അധ്യക്ഷൻ അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയെ കണ്ടു. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഒരു സൗഹൃദവും ബന്ധവുമുണ്ട്. പാർട്ടി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിനും അതിനുശേഷം നടന്ന ഈസ്റ്ററിലും കേരളത്തിലെ എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലും ഞങ്ങൾ സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം മണിപ്പൂരിൻ്റെ വിഷയം വന്നപ്പോൾ ചെറിയ വിഷയങ്ങളുണ്ടായി. ഈ പ്രാവശ്യം ക്രിസ്മസിന് വീണ്ടും കേരളത്തിലെ എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശം എല്ലാ വീട്ടിലും എത്തിച്ചിട്ടുണ്ട്. അപ്പം നല്ല ഒരു ബന്ധം ഈ സഭാ നേതൃത്വവുമായി മാത്രമല്ല, ക്രിസ്ത്യൻ സമൂഹത്തിലെ സാധാരണക്കാരുമായിട്ട്, സാധാരണ കുടുംബങ്ങളുമായിട്ട് BJPക്ക് ഇപ്പം നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കും. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ PC ജോർജിൻ്റെ പാർട്ടി BJPയിലേക്ക് ലയിച്ചിട്ടുള്ളത്. അത് കുറച്ചുകൂടി ഞങ്ങൾക്ക് ഗുണകരമാകും. അപ്പോൾ ഈ ഒരു ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ കേരളത്തിലെ പല പദ്ധതികളിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് യഥാസമയം BJPയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ 2-3 പ്രാവശ്യം ഈ സർക്കാരിൻ്റെ വിവിധ ജനക്ഷേമ പദ്ധതികളുമായിട്ടുള്ള ഗൃഹസമ്പർക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ വീടുകളിലും ഞങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാം വിശദീകരിക്കുന്ന പാംലെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഈ ഗുണഭോക്താക്കളെ ആയിട്ടുള്ള ആളുകളെ നേരിട്ട് കണ്ട് അവരെ സംസാരിച്ച് നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്ന ഒരു പ്രോഗ്രാം, താങ്ക്സ് മോഡി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഞങ്ങൾ കേരളത്തിൽ സംഘടിപ്പിച്ചിരുന്നു. അതിൽ കുറേയേറെ ഗുണഭോക്താക്കളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു സംസ്ഥാന അധ്യക്ഷൻ്റെ പദയാത്ര നടക്കുന്നുണ്ട്. ആ പദയാത്രയിൽ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ കാണുന്നുണ്ട്. ഇതുകൂടാതെ ഈ ഫെബ്രുവരി 25 മുതൽ മാർച്ച് 5 വരെയുള്ള ഒരു വലിയ ക്യാമ്പയിൻ നടക്കുന്നു. ആ ക്യാമ്പയിൻ ഗുണഭോക്താക്കളെ കാണാനാണ്. അപ്പോൾ ഓരോ ബൂത്തിലുമുള്ള ഗുണഭോക്താക്കളുടെ പട്ടിക ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ബൂത്തിലെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾക്ക് പ്രയോജനം കിട്ടിയിട്ടുള്ള ആളുകളെ എല്ലാവരെയും പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഒരുമിച്ച് കാണും, അവരുമായി സംസാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ വിപുലമായുള്ള ക്യാമ്പയിനിങ് വീണ്ടും അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് പരിശ്രമം എന്നുള്ളതിലേക്ക് ആ ക്യാമ്പയിനും കൂടി നടക്കുകയാണ്. അപ്പോൾ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ കാര്യങ്ങൾ പറയാനും അവരെ ബോധ്യപ്പെടുത്താനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഏതാണ്, ഓരോ പദ്ധതിയുടെയും ഉടമസ്ഥരാരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് ബോധ്യമാകുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നേരത്തെ ആളുകൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ച് നല്ല ബോധ്യം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അത് പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. ഈ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന പല പ്രശ്നങ്ങളും, അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയം, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോപണ വിധേയമാകുന്നു, ഇതൊക്കെ നിൽക്കുമ്പോഴും ഈ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഇതിനെതിരെ ഒരു ശക്തമായ പ്രതികരണം നടത്താൻ പലപ്പോഴും കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഇഷ്യൂ ആണെങ്കിലും അത് ഷോൺ ജോർജും മാത്യു കുഴൽനാടനുമാണ് നിരന്തരം ഇത് ഉന്നയിക്കുകയും കേസിന് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഷോൺ ജോർജ് ഈ കേസ് കൊടുക്കുമ്പോൾ BJP നേതാവല്ല. ഇപ്പോഴാണ് ഷോൺ ജോർജ് BJPയിലേക്ക് വന്നത്. എന്തുകൊണ്ടാണ് BJPക്ക് അത്തരത്തിലൊരു പ്രവർത്തനം, അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ശക്തമായ പ്രതിരോധം CPMനെ സംബന്ധിച്ചിടത്തോളം ഉയർത്താൻ കഴിയാത്തത്? അല്ല, ഇതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരോപണം വന്ന സന്ദർഭത്തിലെല്ലാം പ്രത്യക്ഷമായിട്ടുള്ള സമരം നടത്തിയ പാർട്ടി BJP തന്നെയാണ്. പക്ഷേ കേരളത്തിൽ BJP നടത്തുന്ന സമരങ്ങൾക്ക് വേണ്ടത്ര ഒരു ശ്രദ്ധ കിട്ടാത്തത് മുഖ്യ പ്രതിപക്ഷ പാർട്ടി BJP അല്ല. അപ്പോൾ മുഖ്യ പ്രതിപക്ഷ പാർട്ടി BJP ഒരു 10 സമരം നടത്തുമ്പോൾ കോൺഗ്രസ് ഒരു സമരം നടത്തിയാൽ അതാണ് ശ്രദ്ധിക്കപ്പെടുക.
പക്ഷേ നിരന്തരമായി സമരം നടത്തിയിട്ടുള്ളത് BJP തന്നെയാണ്. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ സന്ദർഭത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഹിളകൾ സമരത്തിനിറങ്ങിയത് BJPയുടെ പ്ലാറ്റ്ഫോമിലാണ്. പക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യം കോൺഗ്രസ് ഒരു സമരം ചെയ്യുമ്പോൾ മാധ്യമങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ഒരു സഹായമുണ്ട്. പിന്നെ കേരളത്തിൽ എപ്പോഴും വാർത്തയിൽ ഇടം പിടിക്കുക നിയമസഭയിൽ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നിയമസഭയിലെ വിഷയങ്ങൾ ഉയർത്താൻ BJPക്ക് MLA-മാരില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള പുതിയ കേസ് വന്നപ്പോൾ ഏറ്റവും വലിയ സമരം BJP നടന്നത്. സെക്രട്ടേറിയറ്റ് മുമ്പിൽ BJP നടത്തിയിട്ടുള്ള NDA-യുടെ പേരിൽ നടത്തിയിട്ടുള്ള ഉപരോധം അത് ഏറ്റവും വലിയ ജനക്കൂട്ടത്തിൻ്റെ സമരമായിരുന്നു. UDF നടത്തിയിട്ടുള്ള ഉപരോധ സമരത്തിൻ്റെ ഡബിൾ ആളുകൾ BJPയുടെ സമരത്തിനുണ്ടായിരുന്നു. അപ്പം സമരം എന്നുള്ളത് നിരന്തരമായി നടത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിലൊരു സാഹചര്യത്തിൽ മുഖ്യ പ്രതിപക്ഷം BJP അല്ലാത്തതുകൊണ്ട് BJP നടത്തുന്ന സമരത്തെക്കാൾ കൂടുതൽ ശ്രദ്ധ UDF നടത്തുന്ന സമരത്തിന് കിട്ടുന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ്. അപ്പോൾ അതല്ലാതെ പ്രതികരിക്കാൻ സാധിക്കാത്ത സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. കോടതിയിൽ പോകുന്ന സാഹചര്യത്തിൽ നേരത്തെ പല വിഷയങ്ങളിലും BJP കോടതിയിൽ പോയിട്ടുണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് കോടതിയിൽ പോവുകയല്ല, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തെരുവിൽ സമരം ചെയ്യുക എന്നുള്ളതാണ് BJP സ്വീകരിക്കുന്ന ഒരു സമീപനം. ആരെങ്കിലുമൊക്കെ കോടതിയിൽ പോകുമ്പോൾ ഞങ്ങളതിനെ സഹായിച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ BJPയുടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ളൊരു ഗ്രൂപ്പിസം ഉണ്ട് എന്നൊരു വാദം ഉയർന്നു വരുന്നുണ്ട്. ഈ ഗ്രൂപ്പിസമാണോ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അതായത് എന്തെങ്കിലും ഒരു പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ CPM-ന് മറികടക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ഇടയിൽ ഈ ഗ്രൂപ്പിസം കൊണ്ടാണ്, BJPയുടെ ഇടയിൽ? കാരണം കൃത്യമായ രീതിയിൽ, അതായത് ഇപ്പോൾ കോൺഗ്രസ്സുകാർ മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കോൺഗ്രസ്സിലെ മറുവിഭാഗം സപ്പോർട്ട് ചെയ്യാറില്ല. അതുപോലെ തന്നെയാണോ ഈ BJPയിലെ അവസ്ഥയും? അല്ല, അങ്ങനെ ഒരു പെർട്ടിക്കുലർ വിഷയം ചൂണ്ടിക്കാണിക്കാനില്ലല്ലോ നമുക്ക്. അത് ഒരു മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രചരണം മാത്രമാണ്. എല്ലാ പാർട്ടിയിലും ഗ്രൂപ്പിസം ഉണ്ട്, BJPയിലും ഗ്രൂപ്പിസം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. BJPയിൽ ഗ്രൂപ്പിസം ഇല്ലെന്നാണോ പറയുന്നത്? അല്ല, BJPയിൽ അങ്ങനെ ഏതെങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഗ്രൂപ്പിസം ഒന്നുമില്ല. അഭിപ്രായ വ്യത്യാസം പല കാര്യത്തിലുണ്ടാകും. പക്ഷേ ഒരു തീരുമാനമെടുക്കുന്നത് കൂട്ടായിട്ടുള്ള ആലോചന അടിസ്ഥാനത്തിൽ തീരുമാനമാണ്. ആ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ പിന്നാലെയാണ് എല്ലാവരും. ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ BJPക്കകത്തുള്ള ഏതെങ്കിലും ഒരു വിഷയം കൊണ്ട് ഞങ്ങൾക്ക് വോട്ട് കുറയുകയോ ഞങ്ങൾ പരാജയപ്പെടുകയോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നേരെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ഒരു പരിപാടി വരുന്ന സമയത്ത് BJPക്കിടെ മുഴുവൻ നേതൃത്വവും ഒറ്റക്കെട്ടായിട്ടാണ് ആ പരിപാടികൾ സംഘടിപ്പിക്കാറും അതിൻ്റെ മുൻനിരയിലുണ്ടാകാറും. അപ്പോൾ പാർട്ടിക്കൊരു പ്രവർത്തന ശൈലിയുണ്ട്. ആ പ്രവർത്തന ശൈലി എന്നുള്ളത് ഒരു കൂട്ടായിട്ടുള്ള ടീം സ്പിരിറ്റ് അടിസ്ഥാനത്തിലുള്ളതാണ്. അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ബാക്കി ഇപ്പോൾ ചില വ്യക്തികളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. അതൊന്നും സത്യത്തിൽ പാർട്ടി പ്രവർത്തകരെയോ പ്രവർത്തനത്തെയോ എവിടെയും ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രം BJPയുടെ പ്രവർത്തനം എവിടെയും പുറകോട്ട് പോയിട്ടില്ല. BJPയുടെ പ്രവർത്തനം ചില സന്ദർഭത്തിൽ പുറകോട്ട് പോയിട്ടുള്ളത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ്. മറ്റു പല കാരണങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളാണ്. പിന്നെ ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ വേണ്ടത്ര ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാതെ പോയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, BJPയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എതിർപ്പുകൾക്കിടയിലൂടെയാണ് BJP വരേണ്ടത്. അപ്പോൾ അങ്ങനെ എതിർപ്പുകൾക്കിടയിലേക്ക് വരുമ്പോൾ BJP പറയുന്ന ഓരോ വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ചില സെറ്റ് ബാക്കുകൾ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാൻ ചില സന്ദർഭത്തിൽ ഒരു കൂട്ടായിട്ടുള്ള പരിശ്രമം ഇല്ലാതെ പോകുന്നുണ്ടാകും. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞങ്ങൾ തന്നെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരമൊരു വിശ്വാസ്യതയുടെ ഒരു ലീഡർഷിപ്പ് എന്നുള്ള നിലക്ക് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. ജനങ്ങളുടെ മുമ്പാകെ കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്നു, ഒരുമിച്ച് കാര്യങ്ങൾ എടുക്കുന്നു, തീരുമാനമെടുക്കുന്നു, പോകുന്നു എന്നുള്ള നിലക്ക് ഒരു പോസിറ്റീവ് സ്പിരിറ്റാണ് ഇപ്പം പാർട്ടിയുടെ എല്ലാ തലത്തിലുമുള്ള പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രൂപ്പിസം എന്ന ഒരു വിഷയത്തിന് ഇപ്പോൾ BJPക്കകത്ത് ഏതായാലും പ്രസക്തിയൊന്നുമില്ല. ഇപ്പോൾ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയോടുകൂടി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. അല്ല, പദയാത്ര കൂടിയല്ല പ്രശ്നങ്ങൾ അവസാനിക്കുന്നത്. പദയാത്ര ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ്. BJPക്കകത്ത് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നില്ല ഉണ്ടായിരുന്നത്. BJPക്കകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു തലമുറയുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പുതിയ ആളുകൾ ചുമതലയേറ്റപ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ആളുകൾ അവർക്ക് പ്രത്യേകിച്ച് റോളില്ലാതായിപ്പോയ സാഹചര്യം ഉണ്ടായി. കാരണം അത് സ്വാഭാവികമാണ്. BJPക്കകത്ത് ഇപ്പോൾ ഒരു ടീം വരുമ്പോൾ പഴയ ടീമിന് കൊടുക്കാൻ വേറെ പോസ്റ്റുകളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷയമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് അസ്വസ്ഥരായിരുന്നു. ഇപ്പോൾ ആ അസ്വസ്ഥതയുള്ള ആളുകളെല്ലാം പ്രോപ്പറായിട്ട് അക്കോമഡേറ്റ് ചെയ്യാനും അവരെല്ലാവരെയും സജീവമാക്കാനും വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള തിരിച്ചടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. പാർട്ടി കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും നേരിട്ട് കണ്ടിരുന്നു. ഏതാണ്ടൊരു 4000-5000 നേതാക്കന്മാരെ
BJPയുടെ ഞങ്ങളൊരു 4-5 ടീമായി തിരിഞ്ഞ് ഞങ്ങൾ എല്ലാവരെയും കണ്ടിരുന്നു, എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചിരുന്നു, എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിർദ്ദേശങ്ങൾ ഓരോന്നോരോന്നായിട്ട് പാലിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകന്മാരുടെ മുമ്പിൽ ഒരു കൂട്ടുത്തരവാദിത്വമുള്ള ലീഡർഷിപ്പാണ് കേരളത്തിലുള്ളത് എന്ന് പാർട്ടി പ്രവർത്തകന്മാരെയും പാർട്ടി അനുഭാവികളെയും ബോധ്യപ്പെടുത്താൻ ഇന്നിപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും BJP മുന്നോട്ട് കൊണ്ടുപോകും കേരളത്തിൽ? ഞങ്ങൾ ഇപ്രാവശ്യം നരേന്ദ്രമോദി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സ്ട്രാറ്റജിയാണ്. മോഡിയുടെ ഗ്യാരണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോഡിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വേവ് ഉണ്ട്, അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി തന്നെയാണ്. നരേന്ദ്രമോദിയോട് ആഭിമുഖ്യമുള്ള ജനവിഭാഗം, അതിൽ പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാരും യുവാക്കളുമാണ് ഏറ്റവും കൂടുതൽ മോഡിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുന്നു ചിന്തിക്കുന്നത്. അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇപ്രാവശ്യം നരേന്ദ്രമോദി വന്ന 2 പരിപാടികൾ, ഒന്ന് എറണാകുളത്തെ യുവം പരിപാടി യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു, തൃശ്ശൂരിലെ മഹിളാ സമ്മേളനം മഹിളകളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു പരിധിവരെ ഞങ്ങൾക്ക് സക്സസ് ആക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജനവിഭാഗങ്ങളെ പരമാവധി സ്ത്രീ വോട്ടർമാരെയും പുതിയ വോട്ടർമാരെയും നരേന്ദ്രമോദിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. രണ്ടാമത്തെ, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, സമുദായ സംഘടനകൾ, മതവിഭാഗങ്ങൾ, ഇവരിലൊക്കെ BJPക്ക് അപ്പുറത്ത് മോഡിയോടൊരു സ്നേഹവും ഇഷ്ടവും, മോഡി ശരിയാണ് എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രോ മോഡി അറ്റ്മോസ്ഫിയർ കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി സമീപനം. എത്ര സീറ്റ് വരെ ഇത്തവണ കിട്ടാൻ സാധ്യതയുണ്ട്? അങ്ങനെ സീറ്റിൻ്റെ എണ്ണം ഈ സമയത്ത് പറയുന്നത് പ്രസക്തിയൊന്നുമില്ല. ഞങ്ങൾ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഒരേപോലെയുള്ള പരിശ്രമമാണ്. അതിൽ ഏതെങ്കിലും ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ കൂടുതലോ കുറവൊന്നുമില്ല, ഒരേ തരത്തിലുള്ള പരിശ്രമമാണ് BJP നടത്തുന്നത്. പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയിട്ടുള്ള വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചില മണ്ഡലങ്ങൾക്ക് ഞങ്ങൾക്ക് മുൻതൂക്കമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ മണ്ഡലങ്ങളിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഞാൻ ഇത്ര സീറ്റ് എന്ന് പറയുന്നില്ല, പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള MPമാരെ കേരളത്തിൽ ജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. മറ്റു പാർട്ടിയിൽ നിന്ന് ഇനി ആരെങ്കിലും ഒക്കെ വരാനാണ്? ഇപ്പോൾ ശശി തരൂർ വരുന്നെന്ന് കേൾക്കുന്നു, വെള്ളാപ്പള്ളി നടേശൻ പാർട്ടിയിലേക്ക് വരുന്നെന്ന് കേൾക്കുന്നു, പ്രേമചന്ദ്രൻ വരുന്നെന്ന് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കുകളോ അങ്ങനെ എന്തെങ്കിലും സംസാരങ്ങളോ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്? ആർക്കും വരാമല്ലോ, ഏത് സമയത്തും ആർക്കും വരാം. കാരണം നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പ് അംഗീകരിക്കുന്ന ആർക്കും BJPയിലേക്ക് വരാമെന്നുള്ളതാണ്. ഞങ്ങൾ അങ്ങനെ വരുന്നവരുടെ പാസ്റ്റ് എന്താണ്, അവരിന്നലെ BJPയോട് സ്വീകരിച്ച സമീപനം എന്താണ്, ഇത് ഞങ്ങളിതിനെക്കുറിച്ച് വറീഡല്ല, ഞങ്ങൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ വരട്ടെ. ആരൊക്കെ വരുന്നു എന്ന് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സസ്പെൻസ് ഒന്നുമില്ലല്ലോ, പലരും വരും. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഏറ്റവും താഴെയുള്ള മറ്റു പാർട്ടികൾപ്പെട്ടിട്ടുള്ള ആളുകളെ BJPയിലേക്ക് ചേർക്കാനുള്ള ശ്രമമാണ്. വലിയ ഹൈ ലെവൽ നേതാക്കന്മാരുടെ പിന്നാലെയല്ല ഞങ്ങളിപ്പോൾ പോകുന്നത്. അത് പിന്നെ പാർട്ടി കേന്ദ്ര നേതൃത്വമൊക്കെയാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പം ഞങ്ങൾ പദയാത്രയിൽ ഏറ്റവും ചുരുങ്ങിയത് ഓരോ പദയാത്രയിലും 1000 പുതിയ ആളുകളെ BJPയിലേക്ക് ചേർക്കണം. ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 20 പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രോഗ്രാം കഴിയുമ്പോഴേക്ക് 20,000 മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്ന നേതാക്കന്മാർ BJPയിലേക്ക് വരണം. പിന്നെ കഴിഞ്ഞ മണ്ഡലങ്ങളൊക്കെ അത്തരം ധാരാളം ആളുകൾ വന്നു, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വന്നിട്ടുണ്ട്, ഇനിയുള്ള ദിവസങ്ങളിലും വരും. അപ്പം അങ്ങനെയുള്ളൊരു വ്യാപകമായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് താഴെ നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹൈ വോൾട്ടേജ് നേതാക്കന്മാരുടെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ആ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വമാണ്. അപ്പോൾ ഓരോ സമയത്തും ഓരോ ആൾ വരും. ഇനിയും പല അത്ഭുതങ്ങളും കേന്ദ്ര നേതൃത്വത്തിൻ്റെ കയ്യിലുണ്ടാകും, പ്രതീക്ഷിക്കാം നമുക്ക്. മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടി കൂടുതൽ CPM ശക്തമായ ഒരു സംസ്ഥാനമാണ്, മറ്റു സംസ്ഥാനങ്ങളില്ലെന്ന് തന്നെ പറയാം. ഇപ്പോൾ CPM ഉണ്ടാക്കുന്ന നെറേറ്റീവുകളുണ്ട്. ഇപ്പോൾ കർഷക സമരം നാളെ തുടങ്ങാനിരിക്കുന്നു. ഈ സമരം ഒരു കലാപത്തിലേക്ക് പോലും നീണ്ടേക്കാമോ എന്ന് സാധ്യതയുണ്ട് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളത്തിലെ വോട്ടർമാരെയും കേരളത്തിലെ ജനങ്ങളെയുമാണ്. കാരണം CPM ശക്തമായതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന നെറേറ്റീവുകൾ, അതിനെ മറികടക്കാൻ BJP എന്ത് സ്ട്രാറ്റജിയാണ്? അത് മറികടന്നെങ്കിൽ മാത്രമേ BJPക്ക് സമീപഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാവുകയുള്ളൂ. അതിനെ മറികടക്കാൻ BJP എങ്ങനെയാണ്, എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുക? ഈ CPM ഉണ്ടാക്കുന്ന നെറേറ്റീവിനേക്കാൾ കേരളത്തിൽ അപകടകമാകുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നെറേറ്റീവാണ്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവനും ഇപ്പോഴും ഒരു ആൻറ്റി മോഡി ഫീലിങ്ങിൽ നയിക്കപ്പെടുന്നവരാണ്. അപ്പം അതുകൊണ്ട് വസ്തുതകളും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഒരേ തരത്തിലാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നെറേറ്റീവാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ആ നെറേറ്റീവിനെ മറികടക്കാൻ ആവശ്യമായ സ്ട്രാറ്റജി എന്നുള്ളത് ഞങ്ങൾ സോഷ്യൽ മീഡിയയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു മീഡിയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പരമാവധി ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്.
എല്ലാ ജനങ്ങളിലേക്കും മോഡിയുടെ പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകളും നേരിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ നമോ ആപ്പ് ഒരു പുതിയ വെർഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നമോ ആപ്പിൽ വികസിത് ഭാരത് അംബാസഡർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. കോടിക്കണക്കിന് ആളുകളാണ് അതിൽ അംഗങ്ങളാകുന്നത്. അപ്പോൾ അവർക്കെല്ലാവർക്കും നേരിട്ട് സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ, സർക്കാരിൻ്റെ പരിപാടികൾ നേരിട്ട് അവിടെ മൊബൈലിലേക്ക് വരികയാണ്. അത് വലിയൊരു കേരളത്തിൽ നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഈ ഏത് വാർത്ത വന്നാലും ആ വാർത്തയുടെ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. പിന്നെ CPM-ൻ്റെ നെറേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം CPM പിൻ പോയിൻ്റ് ചെയ്യുന്ന മുഴുവൻ മുസ്ലിം വോട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അത് CPM-നെ തന്നെയാണ് അപകടത്തിലേക്കാക്കാൻ വേണ്ടി പോകുന്നത്. CPM മുസ്ലിം വോട്ടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഓരോ സമീപനവും അവർക്ക് അപകടകരമായി മാറുകയാണ്. കേരളത്തിൽ CPM ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം വോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് CPM സ്വീകരിക്കുന്ന സമീപനങ്ങൾ ആത്യന്തികമായിട്ട് CPM-ന് അപകടമാണ്. ഏറ്റവും ഒടുവിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ വിഷയത്തിൽ CPM സ്വീകരിച്ച സമീപനം CPM-ൻ്റെ ഹിന്ദു വോട്ടർമാർക്ക് സ്വീകാര്യമല്ല. അവർക്കതിൽ വലിയ അസ്വസ്ഥതയുണ്ട്. അപ്പോൾ അത് അവർ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. അന്ന് പല ക്ഷേത്രങ്ങളിലും നടത്തിയ പരിപാടികൾ ധാരാളം CPM-ൻ്റെ സ്ത്രീകൾ ആ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. കാരണം അതവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഈ CPM ആ സമീപനം ഞങ്ങൾക്ക് ഗുണകരം, BJP ഗുണകരമാണ്. ഞങ്ങളതുകൊണ്ട് CPM-ൻ്റെ ഹിന്ദു വോട്ടർമാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നിശബ്ദമായുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ദീർഘകാലം ഈ നെറേറ്റീവിനെ നിലനിൽക്കാൻ വേണ്ടി സാധിക്കില്ല. പ്രത്യേകിച്ചും കാര്യങ്ങളിപ്പോൾ വളരെ പെട്ടെന്ന് ബോധ്യമാകും, ആളുകൾക്ക് വളരെ പെട്ടെന്ന് ബോധ്യമാകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭാരത് അരി വന്ന് 29 രൂപയ്ക്ക് അരി, അതിനെതിരായിട്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെ രംഗത്ത് വന്നു. വളരെ പെട്ടെന്ന് ആ കള്ളം പൊളിഞ്ഞു പോയി, ഭക്ഷ്യമന്ത്രിയുടെ കള്ളം പൊളിഞ്ഞു പോയി. ഒന്ന്, റേഷൻ കടയിൽ കൊടുക്കുന്ന അരിയല്ല ഇത്. റേഷൻ കടയിൽ അരി അങ്ങനെ തന്നെ മന്ത്രി പറഞ്ഞത് റേഷൻ കടയിൽ അരി കൊടുക്കുന്ന അരി റേഷൻ കടയിൽ കൊടുക്കാത്ത സർക്കാർ. റേഷൻ കടയിൽ കൊടുക്കുന്ന അരി അങ്ങനെ തന്നെയുണ്ട്, ഇത് ഫ്രീ അരിയാണ്, ഇതല്ലാത്തതാണ് എന്ന് വളരെ പെട്ടെന്ന് കാര്യങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രചരണങ്ങൾക്കൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്പായുസ് മാത്രമേ ഉള്ളൂ. അതിനെ മറ്റൊരു മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അതിജീവിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴും ഈ BJP നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഏതെങ്കിലും പ്രതിനിധികളൊക്കെ വന്നാൽ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ അവിടേക്ക് അടുപ്പിക്കില്ല എന്ന തരത്തിലൊരു പ്രചരണം നടക്കുന്നുണ്ട്. പ്രചരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതോ പരിപാടിയിലൊക്കെ മാധ്യമങ്ങൾ, ഞാൻ വന്നിട്ടില്ല, പക്ഷേ പല മാധ്യമങ്ങളും വന്നപ്പോൾ അവരെ തിരിച്ചയക്കുകയായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങൾ എന്നാണ് വന്നത്. ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളെക്കാട്ടിൽ കൂടുതൽ ഫലപ്രദമായി പോകുന്നത് ഓൺലൈൻ മാധ്യമങ്ങളാണ് പല സ്ഥലങ്ങളിലും. പക്ഷേ അങ്ങനെ ഒരു സമീപനം പിന്നെ എന്തുകൊണ്ടാണ് എടുക്കുന്നത്? സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം ഇപ്പോൾ മുതലല്ല, പണ്ട് മുതലേ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. അതെ, അത് ഒരു BJP. അത് ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതല്ല. ഇപ്പോൾ ഓൺലൈൻ മീഡിയക്ക് നമ്മുടെ ഒരു സെക്യൂരിറ്റി റീസണിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈം മിനിസ്റ്റർ പ്രോഗ്രാം വരുന്നു. അങ്ങനെയുള്ളൊക്കെ സമയത്ത് നമുക്ക് റെസ്ട്രിക്ഷൻ, ഓൺലൈൻ മീഡിയകൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടാകും. അതല്ലാതെ BJPയുടെ എല്ലാ പരിപാടികളും ഓൺലൈൻ മീഡിയക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഓൺലൈൻ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഗെറ്റ് ടുഗദർ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അവരുമായിട്ട് പാർട്ടി മീഡിയ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുള്ള നിർദ്ദേശം ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ മീഡിയ മാത്രമല്ല, ഓരോ പ്രാദേശിക തലത്തിൽ ചെറിയ ഓൺലൈൻ മീഡിയയിലുണ്ട്, പ്രാദേശിക ചാനലുണ്ട്. അവരുമായിട്ടൊക്കെ നല്ല റിപ്പോർട്ട് ഉണ്ടാക്കണമെന്നും അവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് BJPയുടെ സമീപനം. മറ്റേതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു പിശകാണത്. ഒരിക്കലും ഓൺലൈൻ മീഡിയയെ BJP എതിർക്കുന്നില്ല. ഓൺലൈൻ മീഡിയ പരമാവധി പ്രൊമോട്ട് ചെയ്യണമെന്ന് തന്നെയാണ് BJP ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി കേരളത്തിലെ ധനസ്ഥിതിയെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ധനസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണ്. അതായത് ലേണേഴ്സ് ലൈസൻസ് അടിക്കാൻ പോലും ഒരു തരത്തിലും പൈസയില്ല, സ്റ്റാമ്പില്ല, പിന്നെ ഇത് അയച്ചു കൊടുക്കാൻ സ്റ്റാമ്പില്ല. അങ്ങനെ എല്ലാ മേഖലയിലും ഗുരുതരമായ പ്രതിസന്ധി. ഇതിനെല്ലാം കാരണമായി കേരളത്തിലെ ധനമന്ത്രിയും സർക്കാരും ഒക്കെ പറയുന്നത് കേന്ദ്രമൊന്നും നൽകുന്നില്ല എന്നാണ്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ മറികടക്കാൻ സാധിക്കുന്നത്? ഈ നെറേറ്റീവിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? യഥാർത്ഥത്തിൽ കേന്ദ്രം കൊടുക്കാതിരിക്കുന്നുണ്ടോ, അതോ ആദ്യമേ ഇവരെല്ലാ പണവും വാങ്ങിച്ച ശേഷം കൊടുക്കുന്നില്ല എന്ന് പറയുന്നതാണോ? കെടുകാര്യസ്ഥതയാണോ, മിസ്മാനേജ്മെൻ്റ് ആണോ? എന്താണ് ഇവരുടെ പ്രശ്നം? അത് സർക്കാരിൻ്റെ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ്. എല്ലാ കാലത്തും CPM സ്വീകരിക്കുന്ന ഒരു സമീപനം കേന്ദ്ര അവഗണന എന്ന് പറയാം. ഇപ്പോൾ കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞാൽ ബലപ്പമില്ല. കാരണം കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ട് DYFI മനുഷ്യച്ചങ്ങല കിട്ടിയത് കേന്ദ്രം കൊടുക്കുന്ന പൈസ കൊണ്ടുണ്ടാക്കിയ ദേശീയപാതയിലാണ്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര അവഗണന എന്നുള്ള പഴയ പല്ലവി പാടിൽ ഇനി ബലപ്പമില്ല, ആളുകൾക്കറിയാം. അപ്പോൾ അതിന് പകരം ഇപ്പോൾ അവർ ചെയ്യുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ്. ഈ കണക്കിൻ്റെ കളി പറയുമ്പോൾ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്നത്. കേരളത്തിൽ അതിന് കൃത്യമായിട്ട്
ധനകാര്യമന്ത്രി പല സന്ദർഭത്തിൽ ഉത്തരം പറഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് തന്നെ ധനകാര്യമന്ത്രി ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ സമരം നടത്തിയ ദിവസം രാജ്യസഭയിൽ ഒഫീഷ്യലായിട്ട് ധനകാര്യമന്ത്രി കേരളത്തിന് കൊടുത്തതിൻ്റെ കണക്കുകൾ പറഞ്ഞു. അത് തെറ്റാണെങ്കിൽ എം പിമാർ പാർലമെൻറ്റിൽ ചോദ്യം ചെയ്യണം. ധനകാര്യമന്ത്രിക്കെതിരായിട്ട് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കണം. അത് കൊടുക്കാൻ തയ്യാറല്ല, കാരണം അത് വസ്തുതകളാണ്, കണക്കുകളാണ്. അപ്പോൾ രാജ്യസഭയിൽ തന്നെ ഈ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം വരുമാനത്തിൽ കൂടുതലായിട്ട് ഇവർ ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തിനും വരുമാനത്തിൽ കൂടുതൽ ചെലവഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടില്ല. ഇവിടെ പുതിയ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തില്ല. ഉള്ള ധനാഗമ മാർഗം തന്നെ അത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ നികുതി പിരിച്ചെടുക്കുന്നതിൽ ഏറ്റവും കടുത്ത അലംഭാവം നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ നികുതി പിരിക്കാതെ, നികുതി വരുമാനം കൂട്ടാതെ എങ്ങനെയാണ് കേരളത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുക? പിന്നെ ഇവർ പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒറ്റ നോട്ടിൽ തന്നെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലെ ധനകാര്യമന്ത്രി കേന്ദ്രം സാമ്പത്തികം ഞെരുക്കുന്നു എന്ന് പറയുന്നതിന് 3 കാര്യം. ഒന്ന് അദ്ദേഹം പറയുന്നത്, ഒന്ന് നമ്മുടെ അദ്ദേഹത്തിൻ്റെ GST നഷ്ടം. GST നഷ്ടം എന്നുള്ളത് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. GST നഷ്ടം 5 വർഷം കഴിയുമെന്നറിയാം, അവ കൂടി സംബന്ധിച്ചുള്ളതാണ്. അതിനുശേഷം 5 വർഷത്തെ കൂടി GST നഷ്ടം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ നിയമസഭയിലല്ല പറയുന്നത്, GST കൗൺസിലാണ് പറയേണ്ടത്. ആ GST കൗൺസിൽ പറഞ്ഞിട്ടൊരു സമവായം ഉണ്ടാക്കി കഴിഞ്ഞാൽ നടക്കും. പക്ഷേ GST കൗൺസിൽ കേരളം അത്തരം വാദം ഉന്നയിക്കുമ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. കാരണം അവർക്കെല്ലാം നേരത്തെ ഈ കാര്യങ്ങൾ ബോധ്യമായതാണ്, അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഈ ഗവൺമെൻറ്റിന് അറിയാമല്ലോ 5 കൊല്ലം കഴിഞ്ഞാൽ GST നഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ബദൽ സംവിധാനം ഉണ്ടാക്കണം. കേരളത്തിൽ കിട്ടേണ്ട GST നികുതി പിരിച്ചെടുക്കാൻ ഇവരെന്താ തയ്യാറാകുന്നത്? ഇവർ തയ്യാറാകുന്നില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, കേരളത്തിൻ്റെ ധനകാര്യ കമ്മീഷൻ്റെ ഗ്രാൻഡിനെ സംബന്ധിച്ചാണ്. ആ ധനകാര്യ കമ്മീഷൻ്റെ ഗ്രാൻഡ് എന്ന് പറയുന്നത് ശരിയാണ്, കേരളത്തിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു പൊതുമാനദണ്ഡം സ്വീകരിക്കുമ്പോൾ ചില സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകും, ചില സംസ്ഥാനങ്ങൾക്ക് നേട്ടമുണ്ടാകും. അപ്പോൾ അത് കേരളത്തിന് നേരത്തെ അറിയാം. കേരളത്തോടുള്ള വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് മാത്രമല്ല, അങ്ങനെ ഉദാഹരണമായിട്ട് കർണാടക നഷ്ടമുണ്ടായിട്ടുണ്ട്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് തന്നെ നഷ്ടമുണ്ടായിട്ടുണ്ട്, ചില സംസ്ഥാനങ്ങൾക്ക് കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ആ മാനദണ്ഡം മാറണമെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർ ചാനലിലൂടെ പോയാൽ മാത്രമേ ആ മാനദണ്ഡം മാറ്റാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിൽ BJPക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യമൊന്നും ആക്കാറില്ല. അത് ധനകാര്യ കമ്മീഷൻ്റെ തീരുമാനമാണ്. മൂന്നാമത്തെ ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് UGC ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതിന് ധനകാര്യമന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞു. ഇങ്ങോട്ട് ചോദ്യം ഉത്തരവില്ല. കാരണം 2023 മാർച്ച് 30-നാണ് UGC ഗ്രാൻറ്റിനുള്ള അപേക്ഷ കൊടുക്കേണ്ടിരുന്നത്. 3-4 വട്ടം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം റിമൈൻഡ് ലെറ്റർ അയച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്. ആ കത്തിനൊന്നും തന്നെ മറുപടി കൊടുത്തിട്ടില്ല. പ്രോപ്പറായിട്ടുള്ള അപ്ലിക്കേഷനല്ല കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അപ്ലിക്കേഷനത്തിൽ എല്ലാ കോളവും പൂരിപ്പിക്കണം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയണം. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കാതെ മാർച്ച് 31 കഴിഞ്ഞു. പിന്നെ ആ മാർച്ച് 30-ന് ശേഷം 3-4 പ്രാവശ്യം റിമൈൻഡ് ലെറ്റർ അയച്ചു. അതിനൊന്നും മറുപടിയില്ലാതെ പിന്നെ അത് വേണമെന്ന് പറയുന്നത് എന്തർത്ഥമുള്ളത്? അപ്പോൾ സംസ്ഥാന സർക്കാരിന് പഠിപ്പിക്കുക, ഇവർക്കിതിനൊന്നും സമയമില്ല. മറ്റൊന്ന്, ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഉള്ള സംസ്ഥാനം എങ്ങനെയാണ് ഇങ്ങനെ ധൂർത്ത് നടത്തുന്നത്? മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന ധൂർത്ത് എന്ന് പറയുന്നത് രാജ്യത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ധൂർത്താണ്. നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടത്തിയ പരിപാടിക്ക് നടത്തപ്പെട്ട ചിലവ്, അത് കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ ഇത്തരം ധൂർത്തുകൾ, ഇപ്പോൾ ഡൽഹിയിൽ പോയി സമരം നടത്താൻ മാത്രം ഏറ്റവും ചുരുങ്ങിയത് അതിന് എത്ര ചിലവായിട്ടുണ്ടാകും? 19 ലക്ഷം അതിനുവേണ്ടി ചിലവായിട്ടുണ്ട്. 1 ലക്ഷമല്ല, അതിനേക്കാൾ കൂടുതലുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ധൂർത്ത് സർക്കാർ അവസാനിപ്പിച്ചാൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ, ഈ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും വിദേശയാത്ര നിയന്ത്രിക്കാൻ ഇവർ തയ്യാറാവണം. ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ വിദേശത്ത് പോകുന്നുണ്ടോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയ മന്ത്രിമാരും മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെതാണ്. ഇവരിടക്കിടക്ക് ഇവർക്ക് വിദേശത്ത് പോകണം, അത് കുടുംബങ്ങളോട് കൂടെ പോകണം, ആ കോടിക്കണക്കിന് രൂപ അങ്ങനെ ചിലവ്. ഇങ്ങനെയുള്ള ധൂർത്തും ദുർവ്യയവും നിർത്തിയാൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സർക്കാരിന് മിസ്മാനേജ്മെൻറ്റ് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ്. അത് അങ്ങനെ നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ധനകാര്യമന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രസ്താവനയിലൂടെ ഒരു സാമാന്യ സമൂഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് താഴത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ഇനി വീണാ വിജയൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ഉണ്ടായ സമയത്ത്. പക്ഷേ ഒന്നും ഒരു നടപടിയിലാവുന്നില്ല. നമ്മൾ പറയുന്നുണ്ട് നിരന്തരമായി BJPയും CPM നിരന്തരമായി BJPയും കോൺഗ്രസും ഒക്കെ പറഞ്ഞു വെക്കുന്നത് വലിയ അഴിമതിക്കാരാണ് ഇടതുപക്ഷക്കാർ, ഈ സർക്കാർ അഴിമതി നടത്തിയിരിക്കുന്നു, കെടുകാര്യസ്ഥ നടത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആദ്യമായി ചരിത്രത്തിൽ തന്നെ ആദ്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്
കള്ളക്കടത്തിനും മറ്റ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിനുമൊക്കെ കാരണമായിരിക്കും. പക്ഷേ അതൊരു തീരുമാനത്തിലേക്ക് എത്തുകയോ അന്വേഷണം ഊർജിതമായി പോവുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരു ഘട്ടത്തിൽ. മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിലാണ് അല്പമെങ്കിലും മുന്നോട്ട് പോയിട്ടുള്ളത്. അതായത് അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ അന്വേഷണമൊന്നും രാഷ്ട്രീയ പ്രേരിതമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള തെളിവാണ്. രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ സ്വാഭാവികമായിട്ടും രാജ്യത്ത് BJPയുടെ ഏറ്റവും വലിയ ആശയപരമായ എതിരാളികൾ CPM ആണ്. CPM-ആയിട്ടാണ് ഞങ്ങളുടെ കലഹം. അപ്പോൾ CPM-ൻ്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ, മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യാൻ BJPക്ക് രാഷ്ട്രീയമായി തീരുമാനമെടുക്കാം. അപ്പോൾ അത് രാഷ്ട്രീയമല്ല. ഇതൊരു കേസ് അന്വേഷണമാണ്. കേസ് അന്വേഷണം എന്ന് പറയുന്നത് ഇതൊരു ക്രിമിനൽ ഒഫൻസ് അല്ല അന്വേഷിക്കുന്നത്, ക്രിമിനൽ കുറ്റമല്ല അന്വേഷിക്കുന്നത്. ഇതൊരു സാമ്പത്തിക കുറ്റകൃത്യമാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിൽ സമയമെടുക്കും. ഇപ്പോൾ P. ചിദംബരത്തിൻ്റെ മകൻ കാർത്തി ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്തത് 6-7 വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ്. അപ്പോൾ രാജ്യത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതനുസരിച്ച് ആവശ്യമായ സമയം വന്ന് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട സന്ദർഭത്തിൽ അവർ അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിലൊന്നും സർക്കാർ ഈ കാര്യത്തിൽ കേസ് അന്വേഷണത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. സമ്പൂർണ്ണമായുള്ള സ്വാതന്ത്ര്യം അന്വേഷണ ഏജൻസി കൊടുത്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ അറസ്റ്റ് ചെയ്യും. പിന്നെ എപ്പോഴും ഏത് കുറ്റകൃത്യത്തിനും നമുക്ക് തെളിവുകൾ സമാഹരിക്കുക പ്രധാനപ്പെട്ടതാണ്. പരമാവധി തെളിവുകൾ നശിപ്പിക്കാനാണ് ഈ സർക്കാർ പരിശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ തെളിവുണ്ടായാലും ഇല്ലെങ്കിലും ഇതെല്ലാം നടന്നിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. ആർക്കും നിഷേധിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അന്വേഷണം പൂർത്തീകരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബോധ്യമാകും. കാരണം മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പങ്കാളിത്തം, ആ പങ്കാളിത്തമാണല്ലോ ശിവശങ്കർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ലല്ലോ, ആ ഓഫീസിൽ ഇരിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ അറസ്റ്റ് ചെയ്തു. ഇനി മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കൂടുതൽ തെളിവുകൾ, മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിന് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്ന തെളിവുകൾ വരുമ്പോൾ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടും. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം അങ്ങനെയാണ്. അപ്പം കേന്ദ്ര സർക്കാർ ഈ അന്വേഷണത്തിലൊന്നും ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷണത്തിലൂടെയല്ല ഞങ്ങൾ ചെയ്യുന്നത്, BJP ചെയ്യുന്നത് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന അഴിമതിയുടെ കഥകൾ ജനങ്ങളോട് പറയുക എന്നുള്ളതാണ്. അന്വേഷണത്തിൽ വഴിക്ക് നടക്കട്ടെ. ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന തീവട്ടിക്കൊള്ളയെക്കുറിച്ച് നല്ല ബോധ്യം കേരളത്തിൽ ജനങ്ങൾക്കുണ്ട്. അത് വിപുലമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ കർത്തയുടെ ഡയറിയിൽ ഏതെങ്കിലും BJP നേതാക്കളുടെ പേരുണ്ടോ? ഉണ്ടെങ്കിൽ പുറത്ത് വരുമല്ലോ, വന്നിട്ടില്ലല്ലോ ഇതിൽ. അപ്പോൾ CPM-നെ അറിയാമല്ലോ. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ പേരുകളാണ് വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പേരാണ് വന്നിട്ടുള്ളത്. BJPയുടെ നേതാക്കന്മാരുടെ പേരൊന്നും വന്നിട്ടില്ലല്ലോ. BJP ഇങ്ങനെ ഫണ്ട് സമാഹരണം വളരെ സുതാര്യമായി നടത്തുന്നതാണ്. അത് ഇപ്പോൾ 20,000 രൂപയ്ക്ക് മേലെയുള്ള എല്ലാ സംഭാവനകളും ത്രൂ അക്കൗണ്ട് മാത്രമേ പറ്റുള്ളൂ. അത് ശക്തമായിട്ടുള്ള ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്തരം ഒരു സാമ്പത്തിക ഏർപ്പാടുകളൊന്നും BJPക്കൊക്കെ തേതായാൽ നടക്കില്ല. അതുകൊണ്ട് ഉണ്ടെങ്കിൽ പുറത്തു വരുമായിരുന്നു. പുറത്തു വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇല്ല എന്നുള്ളതാണല്ലോ. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമായി BJP വരും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം കേരളത്തിൽ BJPക്ക് MP-മാരുണ്ടാകും. ദക്ഷിണേന്ത്യയുടെ നല്ല സപ്പോർട്ട് നരേന്ദ്രമോദിക്ക് ഉണ്ടാകും. 370 ക്രോസ് ചെയ്യുന്നതാണ് പാർലമെൻറ്റിൽ. BJP ഒറ്റയ്ക്ക് 370 ക്രോസ് ചെയ്യും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ കാൽക്കുലേഷനൊന്നും തെറ്റാറില്ല. കാരണം 2014 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് നാഷണൽ കൗൺസിൽ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ പ്രാവശ്യം BJP ഒറ്റക്ക് 270 ക്രോസ് ചെയ്യും. അന്ന് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ സംഭവിച്ചു. 2019 അദ്ദേഹം 300 ക്രോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതും സാധിച്ചു. അതുകൊണ്ട് പ്രധാനമന്ത്രി വെറുതെ കണക്കുകൾ പ്രധാനമന്ത്രി വളരെ അപൂർവമായിട്ടേ പറയുള്ളൂ. പക്ഷേ അത് വളരെ കാൽക്കുലേറ്റീവായിട്ട് പറയുന്നതാണ്. ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കണക്ക് തെറ്റില്ല. 370 BJP ക്രോസ് ചെയ്യും, ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യും. 400 NDA ക്രോസ് ചെയ്യും. അപ്പോൾ 370 ക്രോസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നല്ലൊരു ശതമാനം, നല്ലൊരു സംഭാവന സൗത്തിൻ്റെ ഉണ്ടാവണം. അതിൽ കേരളവും ഉണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ നന്ദി, നമസ്കാരം. ഏതായാലും BJP കൂടുതൽ തീർച്ചയായിട്ടും ശോഭിക്കട്ടെ. തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യയുടെ സപ്പോർട്ട് ശരിക്കും നിങ്ങളുടെ എല്ലാ സഹായവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സന്തോഷം.